ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ മൈ മാൻ ഈസ് എ കുപ്പിഡ് എന്ന് പറയുന്ന ഒരു റീസെന്റ് ഓൺഗോയിങ് ആയിട്ടുള്ള ഒരു കൊറിയൻ ഡ്രാമയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഈ ഡ്രാമ വന്നിട്ട് ഒരു ഏഞ്ചലും അതുപോലെ തന്നെ ഹ്യൂമനും തമ്മിലൊരു ലവ് സ്റ്റോറി റിലേറ്റഡ് ആണ്. ഞാനെന്നാൽ വൺലൈനൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കാതെ നേരെ അങ്ങ് ഡ്രാമയിലേക്ക് കടന്നാലോ. ഡ്രാമയുടെ സ്റ്റാർട്ടിങ് സീനിൽ തന്നെ ഒരു ചെറുക്കൻ വന്നിട്ട് ഒരു തോക്കൊക്കെ എടുത്തിട്ട് ആരെയും എങ്ങാണ്ട് ഷൂട്ട് ചെയ്യാനായിട്ട് എയിം ചെയ്ത് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്നത് വേറെ ആരുമില്ല, നമ്മുടെ ഈ കഥയിലെ നായകനാണ്. നായകന്റെ പേരാണ് സാങ്. അവൻ വന്നിട്ട് നോക്കി ഒരാളെ അങ്ങ് ഷൂട്ട് ചെയ്യുവാട്ടെ. ആക്ച്വലി അവൻ ഷൂട്ട് ചെയ്യുന്നത് ഗണ്ണൊന്നും അല്ല, അല്ലെങ്കിൽ ബുള്ളറ്റ് ഒന്നും അല്ല, നേരെ വന്ന് ലവ് ഏരോ ആണ്. അപ്പൊ അത് വന്നിട്ട് അവിടെ നിൽക്കുന്ന ഒരാളെ നെഞ്ചത്ത് ചെന്ന് കയറുന്നുണ്ട്. മാത്രമല്ല അയാൾക്ക് ആ സമയത്ത് അയാളുടെ മുന്നേ പോകുന്ന ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നുന്നു. അപ്പൊ ആ പെൺകുട്ടിക്കും ഇവൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയം തോന്നി. അവരെങ്ങ് വന്ന് അവിടെ വന്ന് സെറ്റ് ആവണം. ആക്ച്വലി നമ്മുടെ ഹീറോ വന്നൊരു കുപ്പിയിടണം. അതിനുശേഷം അവന്റെ ജോലിയെല്ലാം തീർന്നല്ലോ. ഇനി അവൻ തിരിച്ച് ഇവൻ താമസിക്കുന്ന ആ ഒരു വീട്ടിലേക്ക് പോവാട്ടോ. അപ്പൊ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഇവൻ വെയിറ്റ് ചെയ്തുകൊണ്ട് ഒരു ഡോഗ് അവിടെ ഇരിപ്പുണ്ട്. ഇവൻ ചെല്ലുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ആക്ച്വലി ഡോഗ് ഒന്നുമല്ല, ഇവരുടെ കണക്കൊരു കുപ്പിയിടായിരുന്നു. പക്ഷെ ഇപ്പൊ വന്നിട്ട് മനുഷ്യരൂപത്തിലല്ല, ഒരു ഡോഗിന്റെ രൂപത്തിലാണെന്നുള്ളതാണ്. മാത്രമല്ല ഇവന് വേറെ കുപ്പിഡ്സും എന്റെ കൂടെയുണ്ട്. ഇവർ 4 പേര് ഒരുമിച്ചാണ് ജീവിക്കുന്നത്. മാത്രമല്ല വീട്ടിലെ എല്ലാ സകലമാന ജോലികളും ചെയ്യുന്നത് വന്നിട്ട് നമ്മുടെ ഹീറോ സാങ് ആണ്. അവർക്ക് വേണ്ടി കുക്ക് ചെയ്ത് കൊടുക്കുന്ന എല്ലാം. എന്നിട്ട് അവർ ഫുഡെല്ലാം കഴിക്കാതിരിക്കുന്ന സമയത്ത് ഇവർ കുപ്പിഡ്സിൽ ഒരാൾ പറയുകയാണ്, ഞാനിങ്ങനെ വന്ന് കഷ്ടപ്പെട്ടിട്ട് ഇവർക്കൊരു ആരോ ഉണ്ട്, ആ ആരോ മൊത്തം ഗോൾഡൻ ആയെങ്കിൽ മാത്രമാണ് ഇവർക്ക് ഈ ലോകത്തുനിന്ന് ഇവരുടെ ഏഞ്ചൽ ഫോമിക്ക് തിരിച്ചു പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ആരോ ഗോൾഡൻ ആക്കാൻ വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറെ കപ്പിൾസിനെ വന്ന് ക്രിയേറ്റ് ചെയ്യണം, ഇങ്ങനെ ആരോ വിട്ടിട്ട്. അതാണ് ഇവരുടെ ജോലി. അപ്പൊ അത് ഞാനിങ്ങനെ കുറെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്നലെ ഞാനത് റെഡി ആക്കിയിട്ട് അവസാനിപ്പിക്കാറായി. സന്തോഷത്തോടെ ചെന്ന് കിടന്ന് ഉറങ്ങിയതാ. കുറച്ച് കഴിഞ്ഞ് എണീറ്റ് വന്ന് നോക്കുമ്പോൾ ഞാൻ ആ ചെയ്തത് മൊത്തം റിവേഴ്സ് ആയി പോയേക്കുന്നു. അതിന് ഒറ്റ എടുത്തൊന്ന് മറ്റവനാണെന്ന് പറഞ്ഞിട്ട് തൊട്ടപ്പുറത്തിരിക്കുന്ന കുപ്പിന്റെ വന്ന് വഴക്ക് പറയണം. ആക്ച്വലി എന്ന് വെച്ചാൽ ഇവർക്ക് വന്ന് മാരീഡ് ആയിട്ടുള്ള ആൾക്കാരെ പ്രണയത്തിൽ വീഴ്ത്തി കഴിഞ്ഞാൽ അതിന് വലിയ യൂസ് ഒന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെ എന്തോ ഒരു കാര്യം മിസ്റ്റേക്ക് ആയിട്ട് ആളുടെ കയ്യിൽ നിന്ന് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെ വന്നത്. അപ്പൊ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാം. അപ്പൊ ഇവനൊരു കുപ്പിടിനെ കുറ്റം പറഞ്ഞില്ലേ, അവൻ നമുക്ക് കുപ്പിടി ചേട്ടൻ എന്ന് വിളിക്കാം. കാരണം ഇവരിൽ തന്നെ ഏറ്റവും കൂടുതൽ ഏജ് ഉള്ള ഒരാളാണ്. അപ്പൊ കുപ്പിടി ചേട്ടൻ. അപ്പൊ ആ കുപ്പിടി ചേട്ടൻ പറയണോ, അപ്പൊ എല്ലാത്തിനും ഞാനാ കാരണം എന്നാണോ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ലാതെ ഈ സാങ് ചെയ്താൽ യാതൊരു ഇതില്ല അല്ലെ? 500 വർഷം മുമ്പ് ഇവൻ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് എല്ലാം അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടും 500 വർഷം മുമ്പ് ആണെന്നൊരു കാര്യം പറയണം. 500 വർഷം മുമ്പ് എന്തോ ഒരു പ്രശ്നം വന്നൊരു പെൺകുട്ടിയെ കൊല്ലാനായിട്ട് നോക്കുന്ന സമയത്ത് അവരെ രക്ഷിക്കാനായിട്ടും നമ്മുടെ സാങ് മുന്നേ പോയി അവളെ രക്ഷിക്കുന്ന സമയത്ത് ആ ഏരോ മൊത്തം സാങ് വാങ്ങിച്ചു കാണും. ആ സമയത്ത് ലവ് ഏര വിടാൻ നിന്നിട്ടുള്ള ആളാണ് ഇപ്പൊ വന്ന് ഡോഗിന്റെ രൂപത്തേക്ക് ഒരു ശാപം കിട്ടി മാറിയിരിക്കുന്നത്. ഇനിയിപ്പോ ഇവര് ഇതൊരു ഗോൾഡൻ രൂപത്തേക്ക് ആ ഒരു ഏര മാറ്റിയെങ്കിൽ മാത്രമാണ് ആ ശാപത്തിൽ നിന്ന് മോചിതരായിട്ടും ഇവർക്ക് ആ ചിറകൊക്കെ വരും. അങ്ങനെ ഒരു സംഭവം കിട്ടിയ സമയത്ത് ഇവരുടെ ചിറകെല്ലാം വന്ന് കരിഞ്ഞു പോയായിരുന്നു. അപ്പൊ ആ കാര്യത്തെ പറ്റിയൊക്കെ പറയുവാണ്. അതുകൊണ്ട് തന്നെ സാങ്ങിനാണ് ഇപ്പൊ ഉത്തരവാദിത്തം ഫുള്ള് എന്ന് വെച്ചാൽ ഇവരുടെ കാര്യങ്ങൾ നോക്കേണ്ടതും ഫുൾ ഉത്തരവാദിത്തം. അപ്പൊ സാങ് സമ്മതിക്കണം, ശരി എന്റെ ഭാഗത്ത് തെറ്റി, എനിക്ക് അന്നൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്, അവന് സമ്മതിച്ചു കൊടുക്കുവാണ്. ഇനി അവർ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ പാത്രം എല്ലാം കഴുകി വെക്കുന്ന സമയത്ത് ആ ഡോഗിന്റെ രൂപത്തിൽ ഒരു കുപ്പിടുണ്ടല്ലോ, ആ ഒരു ഡോഗ് വന്നിട്ട് ഇവന്റെ അടുത്ത് പറയും വാക്കിംഗ് വിളിച്ചുകൊണ്ട് പോകാൻ പറയാം കേട്ടോ. എന്നിട്ട് വാക്കിംഗ് വിളിച്ചു പോകുന്ന സമയത്ത് ഡോഗിന് ഭയങ്കര ദേഷ്യം ഉണ്ടെന്ന് തോന്നുന്നു ഇവന്റെ അടുത്തും. ഇവരെ ഭയങ്കരമായിട്ട് പിടിച്ചു വലിച്ചുകൊണ്ടാണ് ആ ഒരു ഡോഗ് കൊണ്ടുപോകുന്നത്. ഇനിയാണെങ്കിൽ ഈ സമയത്ത് മറ്റു 2 കുപ്പിഡ്സും കൂടിയിട്ടും ഇങ്ങനെ വന്നിട്ട് അവരുടെ ജോലി ചെയ്യാനായിട്ട് പോകണം, ഇങ്ങനെ ആരോ വിടാം. നമ്മുടെ ഹീറോ ആണെങ്കിൽ അവന്റെ ജോലിയൊക്കെ തീർത്തിട്ടല്ലേ വന്നേക്കുന്നത്. അപ്പൊ അവരിങ്ങനെ ആരോ ഒക്കെ വിട്ടിട്ട് കുറെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തും അതിൽ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുവാണ്, ഇപ്പൊ അന്ന് ഇവൻ രക്ഷിക്കാൻ നോക്കില്ല ആ ഒരു പെൺകുട്ടി, അവൾ ഇന്ന് ഇവനോടെ കാണുമോ, അവളിപ്പോ എത്ര ജന്മം എടുത്ത് കാണുന്നൊക്കെ പറയുന്ന സമയത്ത് മറ്റേ കുപ്പിഡ് പറയുകയാണ്, അവൾ ഓൾമോസ്റ്റ് കുറെ ജന്മങ്ങൾ ഇപ്പൊ ജനിച്ച് മരിച്ച് തീരേണ്ട സമയമൊക്കെ ആയി, ഇപ്പൊ മേ ബി അവളിപ്പോ ജീവനോടെ ഉണ്ടാവാനും ചാൻസ് ഉണ്ട് എന്നൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. പിറ്റേ ദിവസം നമുക്കൊരു വെറ്റിനറി ക്ലിനിക്കാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ രണ്ട് വെറ്റിനറി ക്ലിനിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് 2 ഉണ്ട് കേട്ടോ. അപ്പൊ അതിലൊരു വെറ്റിനറി ക്ലിനിക്കിലെ ഒരു ഡോക്ടറെയും അവരുടെ അസിസ്റ്റൻസിനെ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ അവര് പറയുവാണ്, ഈ ഓപ്പോസിറ്റിൽ ഇങ്ങനെ ഒരു വെറ്റിനറി ക്ലിനിക്ക് വന്നതിന് ശേഷം നമ്മുടെ ക്ലിനിക്കിൽ ഒറ്റ മനുഷ്യന്മാർ വരുന്നില്ല, ആ ക്ലിനിക്കിലെ ഡോക്ടറെ കാണാൻ നല്ല രസമാണെന്ന് പറയുന്നത്. ആണുങ്ങൾക്ക് അവളെ കാണുമ്പോൾ അങ്ങ് വളഞ്ഞു വീഴുവാണ്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല, നമ്മുടെ ക്ലിനിക്കിനെ എങ്ങനെ സർവൈവ് ചെയ്യുന്ന വേറെ ക്ലിനിക്കിലുള്ള ഡോക്ടറെ പറ്റി ഇവർ കുറെ ഗോസിപ്പ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാം. ഈ ഒരു സെയിം ടൈമിൽ വന്നിട്ടും അവിടെ വന്നിട്ട് കുറച്ച് നല്ല പൈസ ഉള്ള ഒരു ചെറുക്കൻ വന്നിട്ട് വലിയൊരു കാറിലൊക്കെ വന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അവൻ ഇറങ്ങുന്നത് നേരെ വന്നിട്ട് ഇവർ പറഞ്ഞില്ലേ ഒരു ഓപ്പോസിറ്റ് വെറ്റിനറി ക്ലിനിക്ക്, അവിടെയാണ്. അവിടെ ചെന്നിട്ട് അവന്റെ ആ ഡോഗിനെ കാണിക്കാൻ പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ ഒരു വെറ്റിനറി ക്ലിനിക്കിലെ ഡോക്ടർ വന്ന് വേറെ ആരുമല്ല, നമ്മുടെ ഈ കഥയിലെ നായികയാണ്. നായികയുടെ പേര് വന്ന് റൈൻ എന്നാണ്.
അപ്പൊ അവളെ കാണാനാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതും കൂടി കാണുന്ന സമയത്തും മറ്റേ ആ ഡോക്ടർക്കും ആ അസിസ്റ്റൻസിനും ഓപ്പോസിറ്റ് വെറ്റിനറി ക്ലിനിക്കില് അവർക്കൊക്കെ അങ്ങനെ വന്ന് ഇച്ചിരിയൊക്കെ നല്ലപോലെ ജലസ് ആവുന്നുണ്ട് കേട്ടോ. ഇനിയാണെങ്കിൽ ഈ ഒരു പൈസക്കാരൻ വന്നില്ലേ കോടീശ്വരൻ, അവൻ വന്ന് ചുമ്മാ വന്നൊന്നുമല്ല, നമ്മുടെ ഹീറോയിന് വന്നിട്ട് പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണ്. അപ്പൊ ബൊക്കെയൊക്കെ എടുത്ത് കൊടുക്കുവാണ്. അപ്പൊ അവളിങ്ങനെ ഷോക്കായി നിൽക്കുക. ആ സമയത്ത് അവളുടെ നേഴ്സുമാരുണ്ടല്ലോ, അതിലൊരാൾ പറയുവാണ്, ഷോ നമ്മുടെയൊക്കെ ഡോക്ടറുടെ ഒരു ഭാഗ്യം നോക്കി, എത്ര പൈസയുള്ളവർ, എത്ര ചെറുക്കന്മാർ അവര് പിന്നെ നടക്കുന്നത്, ഓ എന്തൊരു ലൈഫായതെന്ന് പറയുന്ന സമയത്ത് തൊട്ടപ്പുറം നിൽക്കുന്ന നേഴ്സ് വന്നിട്ട് ഈ നേഴ്സിന്റെ അടുത്ത് പറയണം, നീ എന്തോ വിചാരിക്കുന്നേ, നമ്മുടെ ഡോക്ടറുടെ കാര്യം സത്യം പറഞ്ഞാൽ കഷ്ടമാണ്. അവർക്കാണെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ പോലും ചോന ജീവിക്കാൻ പറ്റില്ല, അവർക്കൊരു ശാപം പോലെ എന്താണ്ടോ ഉണ്ട്. നമ്മുടെ ഹീറോയിന്റെ പാസ്റ്റിലാണെന്ന് കുറച്ച് കാര്യങ്ങൾ പറയണം. നമ്മുടെ ഹീറോയിൻ 9 വയസ്സിൽ വന്നിട്ട് ആദ്യമായിട്ട് ഒരു ചെറുക്കനായിട്ട് കമ്മിറ്റ് ആയ സമയത്ത് കുഞ്ഞ് പരുവത്തിൽ കേട്ടോ. എന്നിട്ട് അവർ പോകുന്ന സമയത്ത് ആ ചെറുക്കൻ്റെ വിരലൊടിഞ്ഞു പോവാണ്. അത് കഴിഞ്ഞൊരു 10-17 വയസ്സൊക്കെ അടുപ്പിച്ചാവുന്ന സമയത്ത് സെക്കൻഡ് ടൈം ഒരു ബോയ് ഫ്രണ്ടിനെ സ്വീകരിച്ച് പോകുന്ന സമയത്തും ആ ചെറുക്കൻ പോകുന്ന സമയത്ത് ആ ചെറുക്കനെ ഷോക്ക് കേൾക്കുവാണ്. പിന്നീട് അവള് പിന്നെയും ബോയ് ഫ്രണ്ട് ആക്കുന്ന സമയത്ത് ഒരു ചെറുക്കൻ വന്നിട്ട് റിങ് പ്രപ്പോസ് ചെയ്യാൻ കൊടുക്കും. ആ റിങ് വന്ന് ആ ചെറുക്കനെ തൊണ്ടയിലെ കുടുങ്ങിയിട്ട് ആ ചെറുക്കൻ മരിക്കാൻ പോകുന്ന സിറ്റുവേഷൻ വരെ പോയി വരുവാണ്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ മറ്റേ നേഴ്സിന് തോന്നുന്നു, ദൈവമേ നമ്മുടെ ഡോക്ടർ എന്തൊരു അൺലക്കിയാണ്, അവർക്ക് എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഹീറോയിന് ഭയങ്കര പേടിയാണ് ആരെങ്കിലുമൊക്കെ ആയിട്ട് സെറ്റ് ആവാൻ. അതുകൊണ്ട് അവൾ സെറ്റ് ആവത്തൊന്നുമില്ല. അത് മാത്രമല്ല, ഇവൾ ഏതെങ്കിലും ആൾക്കാരെ സ്നേഹിച്ചാലും പ്രശ്നമല്ലേ എന്ന് പേടിച്ചിട്ട് അവളിപ്പം മൃഗങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയത്. മൃഗങ്ങളെ സ്നേഹിച്ചാൽ കുഴപ്പമില്ലല്ലോ, അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വെറ്റിനറി ഡോക്ടർ ആയിരിക്കുന്നത് എന്നുള്ള കാര്യമെല്ലാം തന്നെ ഈ ഒരു നേഴ്സ് മറ്റേ നേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുവാണ്. അപ്പൊ ആ നേഴ്സ് ചോദിക്കണം, അല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ പേരൻസിനെ എങ്ങനെ സ്നേഹിക്കുന്നു ചോദിക്കുന്ന സമയത്ത് ആ നേഴ്സ് പറയണം, നമ്മൾ ഡോക്ടർ ഒരു ഓർഫനാണ്, അതുകൊണ്ട് ആൾക്ക് വന്ന് പേരൻസ് ഒന്നും ഇല്ലെന്നും. അപ്പൊ ആകെ മൊത്തത്തെ മറ്റേ ചോദിച്ച നേഴ്സിന് അങ്ങ് സങ്കടം, ആവശ്യമോ നമ്മുടെ ഡോക്ടറുടെ അവസ്ഥ ഇങ്ങനെയാണല്ലോ എന്ന്. അവിടുന്ന് സീൻ കട്ടായി കഴിഞ്ഞാൽ നമ്മുടെ റാങ്കിനെ കാണിക്കോട്ടെ. അവളൊരു മലയുടെ മുകളിൽ ചെന്നിരുന്ന് ഭയങ്കരമായിട്ട് സോറി പറഞ്ഞൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് അവളൊരു കാര്യം ആലോചിക്കുകയാണ്, ഇവൾ ആക്ച്വലി ഈ മലയുടെ മുന്നിൽ ആ മുകളിൽ വരാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇവളൊരു ടാരോട്ട് കാർഡ് റീഡറിനെ കാണാനായിട്ട് പോയി കാണും. ഇവൾക്ക് എന്തുകൊണ്ടാണ് ഒരാളുമായിട്ട് കപ്പിളാവാൻ പറ്റാത്തത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നം വരുന്നത്, വല്ല ശാപം ഉണ്ടോ, ഇതൊക്കെ അറിയാനായിട്ട് പോകുന്ന സമയത്ത് അവിടെയുള്ള ആ ഒരു റീഡർ പറഞ്ഞു കാണും, ഹീറോയിന് വന്നിട്ട് ഒരു 500 വർഷം മുമ്പ് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ശാപം കൊണ്ടാണ് അവള് എല്ലാ ജന്മങ്ങളും ഇങ്ങനെ ഒറ്റയ്ക്ക് അലോണായിട്ട് ജീവിക്കേണ്ടി വന്നതും ഒരാളുമായിട്ട് കപ്പിളാവാൻ പറ്റാത്ത ആ ഒരു ശാപം കൊണ്ടാവും. അത് മാറണമെങ്കിൽ ചെയ്യേണ്ടത്, ഒരു മലയുണ്ട്, ആ മലയുടെ മുകളിൽ 1000 വട്ടം പോയിട്ട് ഇങ്ങനെ മനസ്സറിഞ്ഞ് സോറി ചോദിച്ചിട്ട് പറയണം. 1000ാമത്തെ വട്ടം ഇവള് പോകുന്ന സമയത്ത് ഇങ്ങനെ വന്നിട്ട് ഇവൾക്കുള്ള ആള് വന്നിട്ട് ഇവളെ മീറ്റ് ചെയ്യുന്നു. ഇവർ പിന്നെ അങ്ങ് കപ്പിൾസ് ആവുമെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഹീറോയിന്റെ കൂടെ ഒരു ഫ്രണ്ട് വന്ന് കാണും. അപ്പൊ ആ ഒരു പെങ്കുച്ച് പറയുകയാണ്, നിങ്ങൾ എന്തുവായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളിങ്ങനെ വന്ന് ചോദിച്ചെന്നും പറഞ്ഞിട്ട് നിങ്ങളെന്താ ഞങ്ങൾ കളിയാക്കുവാണോ, ഇങ്ങനെയൊക്കെ 1000 വട്ടം ആരാ മല കയറി ഇറങ്ങുന്നത്, നിങ്ങളെ കൊണ്ട് പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ട് ഇയാളെ പറയുകയാണ്. മാത്രമല്ല ഇങ്ങനത്തെ ഒരു ഉടായ്പ വഴിയൊന്നും നിങ്ങൾക്ക് നടക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് വാടി നമുക്ക് പോവാന്നും പറഞ്ഞ് ഹീറോയിനെ വിളിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ആ ഒരു ടാരോട്ട് കാർഡ് റീഡർ പറയും, ഇങ്ങനെ ഒരു നമ്പർ പറയും. ആ നമ്പറും അതിൽ വന്നിട്ട് 3 പേർക്ക് തലപോലെ ഇഞ്ചുറി ആവും, അതിലൊരാൾ മരിക്കുന്നു പറയും. അപ്പൊ നമ്മുടെ ഹീറോയിനും അതുപോലെ ഹീറോയിന്റെ ആ കൂട്ടുകാരും വലിയ കാര്യമൊന്നും ആക്കത്തില്ല. പുറത്തിറങ്ങി പോകുന്ന സമയത്ത് ഒരു വണ്ടി ആക്സിഡന്റ് കാണും. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു വണ്ടിയുടെ നമ്പർ പ്ലേറ്റും അയാൾ പറഞ്ഞ നമ്പറും സെയിം ആണ്. മാത്രമല്ല പറഞ്ഞ പോലെ തന്നെ ആ ആക്സിഡന്റിൽ 3 പേർക്ക് നല്ലപോലെ ഇഞ്ചുറി ആയിട്ട് ഒരാൾ മരിക്കും. അപ്പൊ ഇവർക്ക് രണ്ടുപേരും ഷോക്കായിട്ട് തിരിച്ച് ഷോക്ക് ചെയ്യുന്ന അയാൾ പറഞ്ഞത് സത്യമായിരിക്കും പറഞ്ഞ് ചെന്ന് നോക്കുന്ന സമയത്ത് അതിനകത്ത് വേറൊരു ലേഡി ആയിരിക്കുന്നത്. അപ്പൊ ഇവർ പറയും, ശരി നിങ്ങൾ ഓണറിനെ വിളിക്കുക, എനിക്ക് അവരുടെ അടുത്ത് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ലേഡി പറയും, ഞാനാണ് ഈ ഷോപ്പിന്റെ ഓണർ, നിങ്ങൾ പറഞ്ഞ പോലെ ഒരാളൊന്നും ഇവിടെ ഇല്ലെന്ന് പറയും കേട്ടോ. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഇവരുടെ അടുത്ത് വേറെ ആരോ ഒരു ജ്ഞാനിയാണ് വന്നിട്ട് ഇവൾക്ക് ഒരു പോംവഴി പറഞ്ഞു കൊടുത്തേക്കുന്നത്. അപ്പൊ അത് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ വന്നിട്ട് ആ മലയുടെ മുകളിൽ ചെന്നിട്ട് ഇങ്ങനെ പ്രെയർ ചെയ്യുന്നത്. തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് ഓപ്പോസിറ്റില് നമ്മുടെ സാങ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ സാങ്ങിനെ കണ്ടുപിടിച്ചിരിക്കും ഷോക്ക് ആവുന്നുണ്ട്. കൂടിയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഡ്രാമ ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.